ഇന്ന് നമുക്ക് റഹ്മാനും ഭാവനയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന അനോമി എന്ന സസ്പെൻസ് ത്രില്ലർ മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായികയായ സാറ ഫിലിപ്പിനെയാണ് കാണിക്കുന്നത്. സാറ ഒരു ഫോറൻസിക് ഓഫീസറാണ്. ആദ്യമൊക്കെ സാറ നല്ല ആക്റ്റീവ് ആയിരുന്നെങ്കിലും ഇപ്പോൾ ദേ മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. സാറയ്ക്കൊരു സഹോദരനുണ്ട്, സിയാൻ ഫിലിപ്പ്. സിയാനും മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. ഇവർ രണ്ടാളും ഇങ്ങനാകാനായിട്ടുള്ള കാരണം അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ഫാമിലിയായിട്ട് ഒരിക്കൽ കാറിൽ വരുമ്പോഴോ അച്ഛന്റെയും അമ്മയുടെയും ആനിവേഴ്സറി ആയതിനാൽ സർപ്രൈസ് കൊടുക്കുവാനായിട്ട് സിയാൻ പാർട്ടി പോപ്പർ പൊട്ടിക്കും. ആ ശബ്ദം കേട്ട് പേടിച്ച് അച്ഛന്റെ ശ്രദ്ധ തെറ്റുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായതും. അതിൽ പാരന്റ്സ് മരണപ്പെട്ടു. താൻ കാരണമാണ് അവർ മരിച്ചതെന്നാണ് സിയാൻ കരുതുന്നതും. അതുകൊണ്ട് തന്നെ സിയാൻ മാനസിക പ്രശ്നം അനുഭവിച്ചു വരുന്നു. സാറ അവനെ ഒരു സൈക്കാട്രിസ്റ്റിനെയും കാണിക്കുന്നുണ്ട്. സാറ ഒരു ഫോറൻസിക് ഓഫീസർ ആയതിനാൽ നീരജ് എന്ന പയ്യൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തെത്തി സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുകയാണ്. നീരജ് ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആണെന്നും ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡിന് ശ്രമിക്കാറുണ്ടെന്നും സാറ അറിയുന്നു. അതേ സമയത്തായിരുന്നു സംഭവ സ്ഥലത്തേക്ക് ACP ജിബ്രാൻ എത്തുന്നതും. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ അയക്കുവാനായിട്ടും ജിബ്രാൻ പറയുന്നു. അവിടെ നിന്നിറങ്ങുന്ന സാറ സിയാനെ വിളിച്ചിട്ട് ഡോക്ടറിനെ കാണുവാൻ പോകാൻ റെഡിയായിരിക്കണമെന്നും ആൽബി വരുമെന്നും പറയും. ആൽബി സാറ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണ്. ആൽബിയുടെ അച്ഛനും അമ്മയും വിദേശത്താ. മാത്രവുമല്ല ഇവർ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ആൽബിയും താമസിക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത സിയാനും സാറയ്ക്കും ആൽബി ഒരു കൂട്ട് തന്നെയാ. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴോ ഫ്ളാറ്റിൽ സിയാനില്ല. കോള് ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മാത്രവുമല്ല സിയാൻ സാറയ്ക്ക് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫ്ളാറ്റിലിരുന്ന് ബോറടിച്ചു, ഞാൻ പൂച്ചയും കൊണ്ട് സൽമാന്റെ പെറ്റ് ഷോപ്പിൽ വന്നു എന്നായിരുന്നു ആ മെസ്സേജ്. പക്ഷേ മെസ്സേജ് വന്നത് രാവിലെയാണ്. വൈകുന്നേരമായിട്ടും സിയാനെ കണ്ടില്ലല്ലോ. സാറയ്ക്ക് ആകെ ടെൻഷനായി. ആൽബിയോട് ഞാൻ പെറ്റ് ഷോപ്പിൽ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സാറ നേരെ പെറ്റ് ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ പെറ്റ് ഷോപ്പിൽ ജോലിക്കാരനായിട്ടുള്ള പ്രണവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സിയാൻ ഇവിടേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ജോലിക്ക് വന്നത്. രാവിലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് സൽമാൻ ആയിരുന്നുവെന്നും സൽമാനോട് ചോദിച്ചു നോക്കുവാനായിട്ടും പ്രണവ് പറയുന്നു. അങ്ങനെ പ്രണവാണെങ്കിൽ സൽമാനെ കോള് ചെയ്യുകയാണ്. പക്ഷേ സൽമാന്റെ ഫോണും സ്വിച്ച് ഓഫാ. അതും കൂടി ആയതോടുകൂടി അവൾക്ക് ആകെ ടെൻഷനാകുവാനായും തുടങ്ങി. സൽമാൻ എന്നുള്ള സംശയമുണ്ടായിരുന്ന സാറ ആൽബിയും കുട്ടി നേരെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ടും പോകുന്നു. സാറ വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് തന്നെ ആൽബിയാണ് വിവരങ്ങൾ പോലീസുകാരോട് പറയുന്നത്. സാറയുടെ സഹോദരനായ സിയാനെ കാണാനില്ല. അവനൊരു സൈക്കാട്രിക് പേഷ്യന്റ് ആണ്. മാത്രവുമല്ല ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ അവൻ പെറ്റ് ഷോപ്പിൽ പോകുന്നെന്ന് പറഞ്ഞ് പൂച്ചയും കൊണ്ട് സൽമാന്റെ പെറ്റ് ഷോപ്പിലേക്ക് പോയി. ഇതുവരെയായിട്ടും വീട്ടിലേക്ക് വന്നിട്ടില്ല. മാത്രവുമല്ല സൽമാന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാണ് ആൽബി പറയുന്നത്. ആൽബി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു സാറ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. സിയാന്റെ കേസ് അന്വേഷിക്കുന്നത് ജിബ്രാനാണ്. ജിബ്രാൻ ആണെങ്കിലോ സിയാന്റെ കേസെന്നല്ല ഒരു കേസും അന്വേഷിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു ദിവസം കടന്നു പോകണം. അതിൽ കൂടുതൽ വേറൊരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ജിബ്രാൻ കാണിക്കുന്നതേയില്ല. സിയാന്റെ കേസ് ജിബ്രാൻ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പോലീസുകാരെ ഫ്ളാറ്റിലേക്ക് പറഞ്ഞുവിടുന്നു. ആ ഒരു ഫ്ളാറ്റും പരിസരവും ഒക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരുവാനായിട്ടാണ് ജിബ്രാൻ പറയുന്നത്. പോലീസുകാരെത്തി അന്വേഷിച്ചിട്ടും ഒരു വിവരവും കണ്ടെത്താനായില്ല. എന്നാൽ അടുത്ത ദിവസം എല്ലാവരും അറിയുന്നത് സിയാന്റെ മരണവാർത്തയാണ്. സിയാനാണെങ്കിൽ ഒരു മരത്തിൽ ചാരിയിരിക്കുന്നത് പോലെയാണ് മരിച്ചിരിക്കുന്നതും. മാത്രമല്ല സിയാന്റെ അടുത്തായിട്ട് ഒരു പോയിസന്റെ ബോട്ടിലും കിടക്കുന്നുണ്ട്. ആത്മഹത്യയാണെന്ന് പോലീസുകാർ ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവിടേക്ക് ജിബ്രാനും എത്തുകയാണ്. സാറയും എത്തുന്നുണ്ട്. സാറ ആകെ തകർന്നു പോകുന്നു. സാറയെ സമാധാനിപ്പിക്കുന്നത് ആൽബിയായിരുന്നു. സാറയ്ക്ക് ആകെ ബന്ധമെന്ന് പറയാനുള്ളത് സിയാൻ മാത്രമായിരുന്നല്ലോ. അങ്ങനെ ജിബ്രാൻ ആണെങ്കിലോ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായും അയക്കുന്നു. സിയാന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിയുകയാണ്. സാറയ്ക്കാണെങ്കിലോ അതിൽ നിന്നൊന്നും പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥയും. അവൾ ആകെ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ ഒരു ദിവസം സിയാന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സാറയെ വിളിപ്പിക്കുകയാണ്. സാറയോട് ഡോക്ടർ പറയുന്നത് സിയാന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് വെളുപ്പിന് 3:15 ബോഡിയിൽ ചതവോ മുറിവോ അങ്ങനെയൊന്നുമില്ല. പുറമേ നിന്ന് നോക്കിയാൽ ഒരു ആത്മഹത്യ തന്നെയാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സിയാന്റെ ബോഡിയിൽ പ്രൊപ്പഫോൾ എന്ന മരുന്ന് ചെന്നിട്ടുള്ളതായിട്ട് കണ്ടെത്തിയത്. മാത്രമല്ല ആ ഒരു മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടത്തേയില്ല. സർജറി നടത്തുന്ന ഡോക്ടർമാർ അനസ്തീഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത്. ഇതെങ്ങനെ അവന്റെ ദേഹത്തേക്ക് എത്തിയെന്ന് അറിയാൻ കഴിയുന്നില്ല എന്നും ഡോക്ടർ പറയുന്നു.
ഡോക്ടർ പറയുന്നത് കേട്ട് സാറയ്ക്കൊരു കാര്യം ഓർമ്മ വരും. നീരജ് എന്ന പയ്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇതേ പ്രൊപ്പോഫോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ഓഫീസിൽ വിളിച്ചിട്ട് നീരജിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചു തരുവാനായും പറയുന്നു. ആ റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്തും അതിലും പ്രൊപ്പോഫോളിന്റെ സാന്നിധ്യം എഴുതിയിട്ടുണ്ട്. ഉടനെ തന്നെ സാറ നീരജിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തി. ഡോക്ടറിനോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ നീരജ് മരണപ്പെട്ടത് അവൻ കഴിക്കുന്ന സൈക്യാട്രിക് മരുന്ന് ഓവർ ഡോസ് എടുത്തതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ പ്രൊപ്പോഫോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഈ ഒരു കാര്യം പോലീസുകാരോട് പറയുകയുണ്ടായി. എന്നാൽ പോലീസുകാരാണെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തതെന്നും ഡോക്ടർ പറയുന്നു. സിയാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഈ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സെയിം ആണ്. രണ്ടുപേർക്കും സംഭവിച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യം, രണ്ടുപേരുടെയും ദേഹത്ത് പ്രൊപ്പോഫോൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നതെല്ലാം കേട്ട് സാറ നേരെ എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സിയാന്റെയും നീരജിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രൊപ്പോഫോളിന്റെ സാന്നിധ്യം പറയുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താ അന്വേഷിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷിക്കാതിരുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. സത്യത്തിൽ സിയാൻ മരണപ്പെടുന്നത് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കാർ ആക്സിഡന്റ് ആയ അതേ സ്ഥലത്ത് വെച്ചാണ്. അവന് ഓൾറെഡി മാനസിക പ്രശ്നവും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അത് കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസുകാർ കരുതിയിരിക്കുന്നതും. കൂടാതെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ കേസൊക്കെ അന്വേഷിച്ചത് ACP ജിബ്രാൻ സാറാണ്. സാർ ഇപ്പോൾ കുറച്ചുനാളായിട്ട് നല്ല ഉഴപ്പാണ്, വലിയ പ്രാധാന്യമൊന്നും കേസ് തെളിയിക്കുന്നതിന് കൊടുക്കുന്നില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അത് കേട്ടതോടുകൂടി അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ, ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നും സാറ തീരുമാനിക്കുന്നു. അങ്ങനെ സാറ സിയാൻ മരണപ്പെട്ട സ്ഥലത്തെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഫോട്ടോസ് എല്ലാം അവളെടുത്ത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വണ്ടിയുടെ ടയർ മാർക്കും ഒരു ഫോട്ടോയിൽ നിന്നും അവൾ കാണുകയുണ്ടായി. അതോടുകൂടി ഇതിന് പിന്നിൽ ഒരു കൊലയാളി ഉണ്ടെന്നും അവൾക്ക് മനസ്സിലായി. അടുത്ത ദിവസം സാറ നേരെ എത്തുന്നത് ACP ജിബ്രാനെയും DCP മാത്യുവിനെയും കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സാറയ്ക്ക് ജിബ്രാനോട് നല്ല ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ജിബ്രാനോട് സംസാരിക്കാതെ DCP മാത്യുവിനോടാണ് തന്റെ കണ്ടെത്തലുകളെല്ലാം പറയുന്നത്. സിയാനും നീരജും മരിച്ചിരിക്കുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവരുടെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രൊപ്പോഫോളിന്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല രണ്ടുപേരും സൈക്യാട്രിക് പേഷ്യന്റ് കൂടിയാണ്. എന്നാൽ സിയാൻ മരണപ്പെട്ട സ്ഥലത്ത് നിന്നും ഒരു വണ്ടിയുടെ ടയർ മാർക്ക് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പിന്നിൽ ഒരു കൊലയാളിയുണ്ട്. ഈ കേസ് തെളിയിക്കാതെ വിട്ടുകഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമെന്നും ഞാൻ എന്തായാലും ഈ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വെച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാനായും പോവുകയാണ്. ഇനിയും ഇതുപോലെ സൈക്യാട്രിക് പേഷ്യന്റുകൾ മരണപ്പെടും. അപ്പോൾ ഇതുവരെ നടന്നതൊന്നും ആത്മഹത്യയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ടാണ് സാറ അവിടെ നിന്ന് പോകുന്നത്. സാറ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം ഷാഹിന എന്നൊരു പെൺകുട്ടി മരണപ്പെടുന്നു. അവളും ഒരു സൈക്യാട്രിക് പേഷ്യന്റ് ആണ്. ആത്മഹത്യ ചെയ്തതുപോലെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവൾ കഴിക്കുന്ന മരുന്ന് ഓവർ ഡോസ് എടുത്തു, അതുകൊണ്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥയായിട്ടുള്ള സാറയും എത്തുന്നുണ്ട്. കിട്ടാവുന്നതിൽ പരമാവധി എവിഡൻസ് എല്ലാം അവിടെ നിന്നും അവൾ കളക്ട് ചെയ്യുന്നുമുണ്ട്. മാത്രമല്ല ഷാഹിന മരണപ്പെട്ട സ്ഥലത്ത് സിയാൻ മരണപ്പെട്ട സ്ഥലത്ത് കണ്ടെത്തിയ അതേ വണ്ടിയുടെ ടയർ മാർക്കും സാറ കണ്ടെത്തുന്നുണ്ട്. സാറ താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വെച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ ജഡ്ജാണെങ്കിലോ ജിബ്രാനെ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുകയാണ്. കേസ് ഇങ്ങനെ ഉഴപ്പിയുഴപ്പിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് വഴക്ക് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് തെളിയിച്ചിരിക്കണമെന്നും ജിബ്രാന് വാണിംഗ് കൊടുക്കുന്നു. ജിബ്രാനാണെങ്കിൽ ആകെ ദേഷ്യം. പോലീസുകാരനായ ജിബ്രാനെതിരെ കംപ്ലൈന്റ് കൂടെ കൊടുത്തത് കൊണ്ട് തന്നെ സാറയോട് അവന് ദേഷ്യം കൂടുകയാണ്. എന്നാൽ ഇതറിയുന്ന ജിബ്രാന്റെ ഭാര്യ പറയുന്നത് ഈ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലും എന്താ ചെയ്യുക, അത് തന്നെയല്ലേ അവളും ചെയ്തോളൂ എന്നുള്ള കാര്യം ഭാര്യ ചോദിക്കുമ്പോൾ തന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള കാര്യം ജിബ്രാന് മനസ്സിലാകുന്നു. ജിബ്രാന് കുറ്റബോധം തോന്നുകയാണ്. സത്യത്തിൽ ഈ ജിബ്രാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. നല്ല രീതിക്ക് ട്രാക്ക് റെക്കോർഡ് എല്ലാം ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ജിബ്രാൻ ഇങ്ങനെ ആകുവാനായിട്ട് ഒരു കാരണമുണ്ട്. എന്തെന്നാൽ കോളേജ് വിദ്യാർത്ഥികളായിരുന്ന ദീപകും സീതയും പ്രണയത്തിലായിരുന്നു. ഈ ഒരു വിവരം സീതയുടെ വീട്ടുകാരറിയും. അവർക്ക് ജാതി നല്ല പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് വീട്ടുകാർ എതിർത്തു. പക്ഷേ സീത അപ്പോഴും ആ ഒരു ബന്ധത്തിൽ തന്നെ തുടർന്നു പോയി. എന്നാൽ ഒരിക്കൽ സീതയുടെ വീട്ടുകാരാണെങ്കിൽ ദീപകിനെ കടത്തിക്കൊണ്ടു പോവുകയുണ്ടായി. സീത നേരെ വന്ന് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. ആ ഒരു കേസെന്ന് അന്വേഷിക്കുവാനായി തീരുമാനിച്ചത് ജിബ്രാനായിരുന്നു. ദീപകിനെ കണ്ടെത്തി കൊടുക്കാമെന്നും സീതയ്ക്ക് വാക്ക് നൽകി. എന്നാൽ അടുത്ത ദിവസം പോലീസുകാർ കണ്ടെത്തിയത് ദീപകിന്റെ ശവശരീരമായിരുന്നു. ദീപകിന്റെ മരണവാർത്ത അറിഞ്ഞതോടുകൂടി ജിബ്രാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. ദീപകിനെ കണ്ടെത്തി കൊടുക്കാമെന്ന് സീതയ്ക്ക് വാക്കുകൊടുത്തതാണല്ലോ, പക്ഷെ നടന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞതും സീതയും ആത്മഹത്യ ചെയ്തു. അതോടുകൂടി ജിബ്രാൻ മുഴുവനായും തകർന്നു പോയി. ജിബ്രാന് ദേഷ്യം ദീപകിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായ സീതയുടെ അച്ഛനോടും ചേട്ടനോടുമായിരുന്നു. ഇവരാണിത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം.
പക്ഷേ കേസ് തെളിയിക്കുവാനായിട്ട് പോലീസുകാർക്കും കഴിയുന്നില്ല. കാരണം കാശുള്ള വീട്ടുകാരല്ലേ. എന്നാൽ ജിബ്രാന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും പ്രതികാരം വീട്ടണമെന്നായി. ജിബ്രാനാണെങ്കിലോ ഒന്നും നോക്കിയില്ല. സീതയുടെ അച്ഛനെയും ചേട്ടനെയും വന്ന് തല്ലി. ചേട്ടനാണെങ്കിലോ ജിബ്രാന്റെ അടികൊണ്ട് കോമയിലേക്ക് പോവുകയും ചെയ്തു. അതോടുകൂടി ജിബ്രാന് വാണിംഗ് കിട്ടുകയാണ് ചെയ്തത്. ആ ഒരു പ്രശ്നത്തോടുകൂടി ജിബ്രാന് തന്റെ ജോലിയോട് പോലും താല്പര്യമില്ലാതായി. അന്നു മുതലാണ് ജിബ്രാൻ ഇങ്ങനെയായി മാറിയതും. എന്നാൽ ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജിബ്രാന് വാണിംഗ് കൊടുക്കുകയാ. കോടതിയിൽ നിന്ന് ജഡ്ജി പോലും അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്ക് അങ്ങ് കേസ് തെളിയിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജിബ്രാന്റെ ജോലിയും ബാധിക്കുമെന്ന് വിരട്ടിയത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കേസ് തെളിയിക്കണമെന്നും ജിബ്രാൻ തീരുമാനിക്കും. ജിബ്രാൻ കേസ് അന്വേഷണവും ആരംഭിച്ചു. 3 മരണവും നടന്ന സ്ഥലത്ത് നിന്നും സാറ ഒരു വണ്ടിയുടെ ടയർ മാർക്ക് കണ്ടെത്തിയില്ലേ, ആ വഴിയായിരുന്നു ജിബ്രാന്റെയും അന്വേഷണം. 3 മരണം നടന്ന സ്ഥലത്തിലെയും CCTV ഫുട്ടേജ് കളക്ട് ചെയ്യുമ്പോൾ 3 സ്ഥലങ്ങളിലും ഒരു വണ്ടിയുടെ സാന്നിധ്യം ജിബ്രാൻ കണ്ടെത്തുകയാണ്. ആ വണ്ടിയുടെ നമ്പർ വെച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ATMിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്ന വണ്ടിയുടെ അതേ നമ്പറിലോടുന്ന കള്ളവണ്ടിയാണ് ഇതെന്നുള്ള കാര്യവും ജിബ്രാൻ കണ്ടെത്തുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സാറ തന്റേതായ രീതിയിൽ കേസ് അന്വേഷിക്കുകയാണല്ലോ. അവസാനമായി മരിച്ച പെൺകുട്ടിയായ ഷാഹിനയുടെ ക്രൈം സ്പോട്ടിൽ നിന്നും ഒരു മുടി കണ്ടെത്തിയിരുന്നു. ആ ഒരു രീതിയിൽ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ആ മുടി യഥാർത്ഥത്തിൽ ഏകദേശം 30-35 വയസ്സ് പ്രായം വരുന്ന ഒരു പുരുഷന്റേതാണെന്നും ആ പുരുഷന്റെ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് ആണെന്നും അവൾ കണ്ടെത്തുന്നു. പക്ഷേ വേറൊരു കാര്യവും കൂടുതലായിട്ട് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു സാറ. ഇനി എങ്ങനെ കേസ് തെളിയിക്കുമെന്ന് അവൾ ചിന്തിച്ചിരിക്കുന്ന സമയം തന്റെ സഹോദരൻ അവസാനമായി അയച്ച വോയിസ് മെസ്സേജ് അവളെടുത്ത് കേൾക്കുന്നു. സാറ വെറുതെ വോയിസ് കേട്ടു നോക്കുന്നതാണ്. എന്നാൽ വോയിസിന്റെ അവസാനം സിയാൻ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു പരിചയമുള്ള ആളിനെ കാണുമ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങൂലേ, അതേപോലൊരു ആയായിരുന്നു സിയാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും. അപ്പോൾ അവൻ പെറ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയം പരിചയമുള്ള ആരെയോ കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം സാറയ്ക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് ജിബ്രാൻ ആണെങ്കിലോ തനിക്ക് സംശയമുള്ള 10-15 പേരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. പക്ഷേ എത്ര ചോദ്യം ചെയ്തിട്ടും ഒരു തരത്തിലുള്ള തെളിവും കിട്ടുന്നതേയില്ല. അതേസമയം ജിബ്രാൻ ആണെങ്കിലോ ഈ മരണപ്പെട്ട 3 പേരും സൈക്യാട്രിക് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അവർ ചികിത്സയിലായിരുന്ന ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിക്കുന്നു. അവിടുത്തെ അറ്റൻഡർമാരെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഒരു അറ്റൻഡർ പറയുന്നത്, ഇവിടുത്തെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രസാദ് എന്നൊരാളിന് ഞാൻ കൈമാറിയിരുന്നു. എനിക്ക് കാശും കിട്ടി. അയാൾ അറിയാതെ ഞാൻ അയാളുടെ ഫോട്ടോ ഒരു ദിവസം എടുത്തിരുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോയും ജിബ്രാന് കാണിച്ചു കൊടുക്കുകയാണ്. അറ്റൻഡർമാർ പ്രസാദിന് കൊടുത്ത പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിൽ ഇതുവരെയും മരണപ്പെട്ട 3 പേരുടെയും പേരുണ്ടായിരുന്നു. മാത്രവുമല്ല അറ്റൻഡർ പ്രസാദിന്റെ ഫോട്ടോയും കൊടുത്തല്ലോ. ആ ഫോട്ടോ ജിബ്രാനാണെങ്കിൽ എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചിട്ട് എത്രയും വേഗം ഇവനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെടുന്നു. മറ്റൊരു വശത്ത് സാറ ആൽബിയും കൂട്ടി നേരെ എത്തിയിരിക്കുന്നത് ഒരു സൗണ്ട് എഞ്ചിനീയറിന്റെ അടുത്തേക്കാണ്. അവസാനമായി സിയാൻ അയച്ച വോയിസ് മെസ്സേജ് സൗണ്ട് എഞ്ചിനീയറിന് കൊടുത്തിട്ട് ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിക്കുന്നു. സിയാൻ അവസാനമായിട്ട് എന്ന് പറഞ്ഞില്ലേ, പരിചയമുള്ള ഒരാളിനെ കാണുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അയാളും തിരിച്ച് എന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ശബ്ദം സാറയ്ക്ക് സൗണ്ട് എഞ്ചിനീയർ കേൾപ്പിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ ഇത് ആ ഒരു കൊലയാളിയുടേതായിരിക്കുമെന്നും ആൽബി പറയുമ്പോൾ ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമുണ്ടെന്നും സാറ പറയും. അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് വരികയാണ്. അവരുടെ മകനായ ബേസിലിനെ കാണാനില്ല. ഈ ബേസിലിന്റെ പേരും ജിബ്രാന്റെ കൈവശമുണ്ടായിരുന്ന ആ ഒരു സൈക്യാട്രിക് പേഷ്യന്റിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കടത്തിക്കൊണ്ടു പോയതാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അതേസമയം തന്നെയായിരുന്നു ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ജിബ്രാനും കൂട്ടരും പ്രസാദിനെ പിടികൂടുന്നതും. പ്രസാദിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്താണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ പ്രസാദ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മറ്റൊരാളിന് വേണ്ടിയിട്ടാണ്. ആളാരാണെന്ന് ചോദിക്കുമ്പോൾ ആളാരാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഒരു ദിവസം എനിക്കൊരു കോള് വന്നു. അവർ പറഞ്ഞ 3 ഹോസ്പിറ്റലിലെ സൈക്യാട്രിക് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് പബ്ലിക് ക്ലോക്ക് റൂമിൽ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള കാശ് തരാമെന്നും പറഞ്ഞു. ആദ്യം ഞാനത് ചെയ്തപ്പോൾ തന്നെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവന്ന് ആ ഒരു ഡീറ്റെയിൽസ് വെക്കുകയാണ് ചെയ്തത്. ആദ്യം അവർ പറഞ്ഞത് സംശയത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. അവർ പറഞ്ഞ ഹോസ്പിറ്റലിലെ സൈക്യാട്രിക് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അവർ പറഞ്ഞ ക്ലോക്ക് റൂമിലെ ഒരു ഷെൽഫിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടെ എനിക്ക് വേണ്ടിയിട്ട് കാശുമുണ്ടായിരുന്നു. കാശുമെടുത്ത് ഞാൻ പോവുകയുണ്ടായി. പിന്നീടും അവർ എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ 2 ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എനിക്ക് കാശും കിട്ടുകയുണ്ടായി. ഞാൻ 3 തവണ അവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടൊന്ന് കൊടുത്തു. അത് മാത്രമേ എനിക്കറിയാവൂ. ഞാൻ അവരുടെ മുഖമൊന്നും കണ്ടിട്ടില്ല എന്നും പ്രസാദ് പറയും. പ്രസാദ് പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് പ്രസാദ് പറഞ്ഞ അതേ ക്ലോക്ക് റൂമിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യും. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്. അവനാണെങ്കിൽ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് ഒരു ഷെൽഫിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നു. കാശും എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ മുഖമൊക്കെ മറച്ചൊരാളാണെങ്കിൽ വന്ന് ഡീറ്റെയിൽസും എടുത്തുകൊണ്ടുവന്ന് പോകുന്നു. അതാരാണെന്നുള്ള കാര്യം എത്ര തന്നെ ഫുട്ടേജ് ചെക്ക് ചെയ്തിട്ടും മനസ്സിലാകുന്നതേയില്ല. കാരണം ആള് മുഖം മറച്ചിരിക്കുകയാണ്.
അടുത്ത ദിവസം എല്ലാവരും ഒരു മരണവാർത്തയാണ് അറിഞ്ഞത്. മരിച്ചത് യഥാർത്ഥത്തിൽ കാണാതായ ബേസിലായിരുന്നില്ല, സാറയുടെ വുഡ്ബി ആയിട്ടുള്ള ആൽബി ആയിരുന്നു. ആൽബിയുടെ മരണവാർത്ത അറിഞ്ഞതോടുകൂടി സാറ ആകെ തകർന്നു പോകുന്നു. തന്റെ സഹോദരന്റെ മരണശേഷം അവൾക്കെന്നും പറഞ്ഞ ആകെ ഉണ്ടായിരുന്നത് ആൽബി ആയിരുന്നു. ദേ ഇപ്പോൾ ആൽബി കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് ജിബ്രാനും കൂട്ടരും എത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ആൽബിയുടെ ശരീരത്തിലും പ്രൊപ്പഫോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ആൽബിയുടെ കഴുത്ത് മറുത്തിരിക്കുകയാണ്. പോലീസുകാർ പറയുന്നത് അതേ കൊലയാളി തന്നെയാണ് ആൽബിയും കൊന്നിരിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, ബാക്കിയുള്ള 3 മരണങ്ങളും ആത്മഹത്യയാണെന്ന് തോന്നും വിധമാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്നാൽ ആൽബിയുടേത് മാത്രം കൊലപാതകമാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒന്നുകിൽ ഇത് കൊലയാളിയുടെ പ്രതിഷേധമാകാമെന്നും പോലീസുകാർ പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സാറയെയും സിയാന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിനെയുമാണ് കാണിക്കുന്നത്. സാറ മുൻപ് ഡോക്ടറിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ നടന്ന 3 മരണങ്ങളിലെ പ്രൊപ്പഫോളിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. അതുപോലെ ഏതെങ്കിലും മരണം മുൻപ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുവാനായിട്ട് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് ഡോക്ടറും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പറയുവാൻ വേണ്ടിയിട്ടാണ് സാറയെ വിളിച്ചിരിക്കുന്നതും. ഞാൻ എന്റെ കൂട്ടുകാരോട് അന്വേഷിച്ച സമയത്ത് ഈ 3 മരണങ്ങൾ നടന്നതുപോലെ 11 വർഷങ്ങൾക്ക് മുൻപ് ഒരു മരണം നടന്നിട്ടുണ്ട്. ജെസി പൗലോസ് എന്ന മെഡിക്കൽ സ്റ്റുഡന്റിന്റേത്. അവൾക്ക് കാർഡിയാക് അറസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ പ്രൊപ്പോഫോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് സാറയെ ഏൽപ്പിക്കുന്നു. സാറ നേരെ വരുന്നത് ജെസി പൗലോസിന്റെ വീട്ടിലേക്കാ. അവളുടെ അച്ഛനോട് ജെസി പൗലോസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അതിനുശേഷം ജെസിയുടെ റൂമിലേക്ക് വന്ന് അവിടെ മാകെ പരിശോധിക്കുമ്പോൾ ജെസി നടത്തിയ കുറച്ച് റിസർച്ചിന്റെ പേപ്പേഴ്സ് ഒക്കെ കാണുന്നു. സാറയാണെങ്കിലോ അതെല്ലാം അവളുടെ അച്ഛന്റെ അനുവാദത്തോടു കൂടി എടുത്തുകൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് ജിബ്രാനും കൂട്ടരും ഒരു കാര്യം കണ്ടെത്തുകയാണ്. പ്രസാദ് ആണെങ്കിലോ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കൊടുത്ത സമയത്ത് അവസാന 2 തവണ അവന് കാശ് വന്നത് അക്കൗണ്ട് വഴിയായിരുന്നു. അതും ATM-ൽ CDM വഴിയാണ് വന്നിരിക്കുന്നതും. അവിടെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റിയും ഒരു ബംഗാളിയുമാണ് കാശിട്ടിരിക്കുന്നതും. സെക്യൂരിറ്റിയോടും ബംഗാളിയോടും ചോദിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് കാശിടുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അതാ ചെയ്തത്. അയാളാണെങ്കിൽ തൊപ്പിയും മാസ്കും വെച്ചിരുന്നത് കൊണ്ട് തന്നെ ആളറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാൾ വന്നത് ഈ ATM-ലേക്ക് ക്യാഷ് ഇടുവാനായിട്ട് വരുന്ന വണ്ടിയിലെ അതുപോലത്തെ വണ്ടിയിലായിരുന്നുവെന്നും അവർ 2 പേരും പറയുന്നു. മറ്റൊരു വശത്ത് ജെസി പൗലോസിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ റിസർച്ച് പേപ്പറൊക്കെ കൊണ്ടുവന്ന് പരിശോധിച്ചു നോക്കുകയാണ് സാറ. കൂടുതലായി പരിശോധിക്കുന്നതിൽ നിന്നും സഞ്ജയ് എന്നൊരാൾ ചെയ്തിരുന്ന ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നൊരു തീസിസ് കാണുന്നു. അത് കണ്ട് സാറ ഉടനെ എത്തുന്നത് ജെസി പഠിച്ചിരുന്ന കോളേജിലേക്കാണ്. പ്രൊഫസറായ കൃഷ്ണമൂർത്തിയോട് സഞ്ജയെ കുറിച്ചും ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന തീസിസിനെ കുറിച്ചും അന്വേഷിക്കുന്നു. കൃഷ്ണമൂർത്തി പറയുന്നത് സഞ്ജയ് കാനഡയിൽ നിന്നും ന്യൂറോ സയൻസ് പഠിക്കുവാനായി എത്തിയ NRI ആയിരുന്നു. സഞ്ജയും ജെസിയും ഒക്കെ ഒരേ ബാച്ച്മേറ്റ്സ് ആണ്. മാത്രമല്ല ഇവരൊരുമിച്ചായിരുന്നു അവരുടെ പ്രോജക്ട് ചെയ്തിരുന്നത്. ഈ സഞ്ജയുടെ പ്രോജക്റ്റ് ആയിരുന്നു ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നത്. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് അയാളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് ബ്രെയിനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നത്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിരുന്നതെന്നും പ്രൊഫസർ കൃഷ്ണമൂർത്തി പറയുന്നു. പ്രൊഫസർ പറയുന്നതെല്ലാം കേട്ട് സാറയ്ക്കൊരു കാര്യം മനസ്സിലാകുന്നു. തന്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് സഞ്ജയ് എവിടെയോ മറഞ്ഞിരുന്ന് എല്ലാവരെയും കൊന്നൊടുക്കുന്നതെന്ന് സാറയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സഞ്ജയുടെ ഡീറ്റെയിൽസും വാങ്ങിക്കൊണ്ടാണ് സാറ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് ജിബ്രാനും കുട്ടരും ഒരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഈ കൊലയാളികൾ വരുന്ന ആ ഒരു വണ്ടിയില്ലേ, ATM-ൽ ക്യാഷ് ഇടുവാനായിട്ട് വരുന്ന അതേ മോഡൽ വണ്ടി, ആ വണ്ടി ആകെ കണ്ടിരിക്കുന്നത് പ്രസാദ് മാത്രമാണ്. മാത്രമല്ല ആ ഒരു വണ്ടിയുടെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലാകുന്നു. പ്രസാദിന് ക്യാഷ് അവസാനം ഇട്ടുകൊടുത്തത് പൂവത്തൂർ എന്ന ATM-ൽ നിന്നാണ്. പൂവത്തൂരിലെ ATM-ന്റെ പരിസരത്തെ CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ ഈ വണ്ടി പൂവത്തൂർ കടന്നു പോയിട്ടില്ല. മാത്രമല്ല നീരജിന്റെയും സിയാന്റെയും ഷാഹിനയുടെയും മരണം നടന്ന ദിവസവും ഈ വണ്ടി പൂവത്തൂരിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പൂവത്തൂർ കടന്നു പോയിട്ടുമില്ല. അതിൽ നിന്നും പോലീസുകാർ ഒരു കൺക്ലൂഷനിലെത്തുന്നു, കൊലയാളി പൂവത്തൂരിൽ തന്നെയുള്ള ആളാണെന്ന്. അപ്പോൾ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൊലയാളിയെ കണ്ടെത്താമെന്നും ജിബ്രാനും കൂട്ടരും തീരുമാനിക്കും. കൊലയാളിയുടെ അടുത്ത് തന്നെ തങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ അവസാനം കൊലയാളി താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ ഒരു വണ്ടിയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ കൊലയാളി മറ്റാരുമല്ല, സഞ്ജയ് തന്നെയാണ്. പോലീസുകാർ അവിടെ എത്തി സഞ്ജയെ പിടികൂടുവാനായി ശ്രമിക്കുന്ന സമയത്ത് സഞ്ജയ് രക്ഷപ്പെട്ടു പോകുവാനായി ശ്രമിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് സാറയും എത്തുന്നത്. സഞ്ജയെ പിടികൂടുവാനായിട്ട് സാറ അവരെ സഹായിക്കും. അങ്ങനെ സഞ്ജയെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് സഞ്ജയ് പറയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ സൈക്കോപാത്തൊന്നുമല്ല, ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്റെ ജോലിയാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ പരീക്ഷണം ആരംഭിച്ചത്. അന്ന് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നുവെന്നും സഞ്ജയ് പറയുന്നു. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഈ 3 പേരിൽ ഒരാൾ സഞ്ജയ്, രണ്ടാമത്തെ ആൾ ജെസി പൗലോസ്, മൂന്നാമത്തെ ആൾ മറ്റാരുമല്ല, നമ്മുടെ സാറയുടെ ഫിയാൻസി ആയിട്ടുള്ള ആൽബിയാണ്. ഞങ്ങൾ 3 പേരും റിസർച്ച് ആരംഭിച്ചു.
മരണത്തെ മുഖാമുഖം കണ്ടവരിൽ നിന്നാണ് റിസർച്ച് തുടങ്ങിയതും അവരെല്ലാവരും പറഞ്ഞ കാര്യം വിവരിക്കാൻ കഴിയാത്ത പല കാഴ്ചകളും കണ്ടു എന്നതായിരുന്നു. അത് വെച്ചാണ് ഞങ്ങൾ ഈ ഒരു കാര്യം കോളേജിൽ അവതരിപ്പിച്ചതും. എന്നാൽ അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം ഒരു വലിയ തുരങ്കത്തിനുള്ളിലൂടെ കടന്നുപോയി, എന്നിട്ട് അതിനറ്റത്തായിട്ട് ഒരു വെളിച്ചം കണ്ടു എന്നതാണ്. ഇതെല്ലാം കേട്ടതും ജെസിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ആ രീതിയിലായിരുന്നു ഞങ്ങൾ റിസർച്ച് നടത്തിക്കൊണ്ടേയിരുന്നതും. ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ജെസിക്കും ആഗ്രഹമുണ്ടായി. അവളുടെ നിർബന്ധപ്രകാരം കുറച്ചു സമയത്തേക്ക് ഞങ്ങൾ അവളുടെ ഹൃദയം സ്റ്റോപ്പ് ചെയ്യുവാനായി തീരുമാനിച്ചു. പക്ഷേ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അവൾ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷവും ഞങ്ങൾ ഈ ഒരു റിസർച്ച് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഒരു പ്രോജക്റ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ മരണത്തെ തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെയൊക്കെ സെലക്ട് ചെയ്തത്. ഞങ്ങൾ സെലക്ട് ചെയ്ത 3 പേരും സൈക്യാട്രിക് പേഷ്യന്റ് ആണ്. മാത്രമല്ല ഇവരൊക്കെ ആത്മഹത്യക്കും ശ്രമിച്ചിരുന്നവരാ. അവർക്ക് ഞങ്ങളൊരു സഹായമാണ് ചെയ്തു കൊടുത്തതെന്നും അയാൾ പറയുന്നു. അന്ന് സിയാൻ പരിചയമുള്ള ഒരാളെ കണ്ടിട്ട് ആ എന്ന് പറഞ്ഞില്ലേ വോയിസ് നോട്ടിന്റെ അവസാനം, അത് യഥാർത്ഥത്തിൽ ആൽബിയെ കണ്ടിട്ടാണ്. ആൽബിയാണ് അന്ന് സിയാനെ കൂട്ടിക്കൊണ്ടുപോയത് തങ്ങളുടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇത്രയും നിന്നെ സഹായിച്ച ആൽബി നീ എന്തിനാണ് കൊന്നു കളഞ്ഞതെന്ന് സഞ്ജയോട് ജിബ്രാൻ ചോദിക്കുമ്പോൾ ആൽബിയെ ഞാനല്ല കൊന്നതെന്നുള്ള കാര്യവും സഞ്ജയ് പറയുന്നു. അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ആൽബിയെ കൊന്നത് മറ്റാരുമല്ല, സാറ തന്നെയാണ്. അന്ന് ആ ഒരു വോയിസ് നോട്ടിൽ സിയാൻ ആ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റിൽ നിന്നും ഒരു റെസ്പോൺസ് ഉണ്ടായല്ലോ. ആ ഒരു ശബ്ദം തനിക്ക് പരിചയമുണ്ടെന്നും സാറ പറഞ്ഞിരുന്നു. അത് ആൽബിയാണെന്നുള്ള കാര്യവും സാറയും കണ്ടെത്തിയിരുന്നു. തന്റെ സഹോദരനെ കൊന്നത് ആൽബി ആയതുകൊണ്ടാണ് സാറ ആൽബിയെ കൊന്നുകളഞ്ഞതും. തെളിവുകളൊന്നും അവൾ അവശേഷിപ്പിച്ചിട്ടേയില്ല. സാറയാണ് ആൽബിയുടെ മരണത്തിന് പിന്നിലെന്നുള്ള കാര്യവും ജിബ്രാൻ കണ്ടെത്തിയിരുന്നു. സാറ ചെയ്തതിൽ ഒരു ശരിയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജിബ്രാൻ അതൊന്നും പുറത്തു കൊണ്ടുവന്നതേയില്ല. എന്നാൽ സാറയുടെ സഹോദരനായ സിയാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചക്കുട്ടിയെ സഞ്ജയുടെ വീട്ടിൽ നിന്നും സാറയ്ക്ക് കിട്ടുകയാണ്. ആ പൂച്ചക്കുട്ടിയെ ജിബ്രാൻ സാറയ്ക്ക് കൈമാറുന്നു. നടന്നു പോകുന്ന സാറയെ പുഞ്ചിരിയോടുകൂടി നോക്കി നിൽക്കുകയാണ് ജിബ്രാൻ. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.